അതൊരു സർപ്രൈസായിരുന്നു എനിക്ക്. ഞാൻ രാവിലെ എഴുത്തപ്പോഴാണ് അറിയുന്നത് പേപ്പർ കണ്ടപ്പോൾ. അത് എന്തോ വലിയൊരു തെറ്റിദ്ധാരണ സർക്കാരിൻ്റെ വശത്തുണ്ടെന്ന് എൻ്റെ പക്ഷം. കാരണം അവർ പിന്നെ RRTS ചെയ്താൽ വേണം. ഈ RRTS ഡൽഹിയിലുള്ള RRTS അത് കൺസീവ് ചെയ്തും അത് കൊണ്ടുവന്നതൊക്കെ ഞാനാണ്. 2010 തുടങ്ങിയ പണിയാണ്. അതിന് പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു സബർബൻ സർവീസ് വരിക. ഡൽഹിക്ക് ആൾക്കാർ വരാൻ വേണ്ടി, ദൂരത്തുനിന്നുള്ള ആൾക്കാരെ വേഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സബർബൻ. അതിൻ്റെ ഉദ്ദേശം സബർബൻ സർവീസ് സിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് കാരണം നിറയെ സ്റ്റേഷൻസ് ഉണ്ടാവും. 2 കിലോമീറ്റർ 4 കിലോമീറ്റർ ആയിട്ടുള്ള സ്റ്റേഷൻസ് ഉണ്ടാവും. ട്രെയിൻ വേഗത്ത് വരികയും ചെയ്യും. അതായിരുന്നു ഉദ്ദേശം. അതുപോലെ നടക്കുന്നത്. അത് എങ്ങനെ ഒരു ഹൈ സ്പീഡ് കണ്ടിന്യൂസ് റെയിൽവേ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദിസ് ഈസ് ഒരു വൈൽഡ് ആയിട്ടുള്ള സംഗതിയാണ്. അത് പ്രാക്ടിക്കലാക്കി അത് ചെയ്യാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല. കാരണം ഒറിജിനൽ RRTS ഞാനാണ് കൺസീവ് ചെയ്തതും പ്ലാൻ ചെയ്തതും എല്ലാം ഏർപ്പാട് ചെയ്തതും. അത് ഞാൻ ഡൽഹിയിലായിട്ടുണ്ട്. അപ്പോൾ അവർ ഗവൺമെൻറ്റിന് വേറെ വല്ല ഉദ്ദേശമുണ്ടെന്ന് അതിനെപ്പറ്റി ഞാൻ പറയില്ല. ഗവൺമെൻറ് ആണെങ്കിൽ അതിവേഗ റെയിൽവേക്ക് വളരെ ഫേവറബിളായിട്ട് ഇതായിട്ട് നിൽക്കുന്ന ഇതുവരെ മെലിഞ്ഞാന്ന് മാത്രമേ ഞാൻ കണ്ടു. ഒരു ഫങ്ഷനത്തിൽ CM പറയുന്നത് കേരയിൽ ഇല്ലാതാക്കിയത് ഞാനാണല്ലോ. അതും പറഞ്ഞു ഇതായിട്ട് പറഞ്ഞു. ശ്രീധരനാണ് അത് മുടക്കിയത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അതിവേഗ റെയിൽ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്ത പണിയുമായ ഒരു ദുരുദ്ദേശത്തെ കൊണ്ട് പലത് പറഞ്ഞു. അത് ശരിയല്ല. നിങ്ങളതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ അതിവേഗ റെയിൽ തുടങ്ങിയത് തന്നെ അവരാ. CPM. അന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ വ്യവസായ മന്ത്രിയും വ്യവസായ സെക്രട്ടറിയും എന്നെ വന്ന് കണ്ടിട്ട് എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ഒരു അതിവേഗ റെയിൽവേ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ചോദിച്ചിട്ട് അതിനുള്ള ഏർപ്പാടാണ് ഞാൻ ചെയ്തത്. ആദ്യം ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 4 എക്സ്പെർട്സിനെ ജപ്പാനിൽ കൊണ്ടുവന്നു ആ സ്റ്റഡി ചെയ്യാൻ വേണ്ടി 2010. അത് കഴിഞ്ഞിട്ട് അത് ഫീസിബിളാണ്, ആക്സെപ്റ്റഡ് ബൈ ദി പീപ്പിൾ. പിന്നെയാണ് അതിൻ്റെ DPR ഉള്ളത്. DPR ഉള്ളതും DPR കംപ്ലീറ്റ് ഒക്കെ ഇവർക്കറിയാം. ഞാനാണ് തുടങ്ങി വെച്ചത് ഗവൺമെൻറ് തന്നെയാണ്. 2016 ഞാൻ DPR സബ്മിറ്റ് ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനത്തെ ഒരു പദ്ധതിക്ക് വല്ലാണ്ട് വില വരുന്നത് പറ്റില്ല, ഒരു ചീപ്പറായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പോകണം. അങ്ങനെയാണ് ഈ കേരയിൽ തുടങ്ങിയത്. ആ കേരയിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ അപ്പോഴേ എവരി സ്റ്റേജ് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്തു. ഇതാ മിസ്റ്റേക്ക് അതൊക്കെ കറക്റ്റ് ചെയ്യണം പറഞ്ഞു. ലെറ്റർ എല്ലാത്തിനും ലെറ്ററാണ് ചെയ്തത്. ആ ലെറ്ററൊക്കെ എൻ്റെ കയ്യിലുണ്ട്. CM നേരിട്ട് ഞാൻ ലെറ്റർ ചെയ്തു. ഇതാണ് ഭക്ഷണം ചെയ്യാൻ പറ്റുന്നത്. അതൊന്നും ഗവനിച്ചില്ല. ഇതേവൻ്റെ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്തപ്പോൾ തന്നെ ലാൻഡ് അക്വിസിഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. എല്ലാവർക്കും അറിയാം, നാട്ടുകാരെ ഉപദ്രവിക്കലും പോലീസ് ലാത്തിച്ചാർജും. പോലീസ് 100 പോലീസ് കംപ്ലൈൻറ്റാണ് ഇപ്പോൾ ഉള്ളത് ആൾക്കാരെ പറ്റി. എന്നിട്ട് ഞാനവിടെ പോയി മുടക്കിയതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനത്തെ അവർ തുടങ്ങിയ വർക്ക് ഞാൻ തുടങ്ങിയതല്ലല്ലോ. ഞാനല്ല ഈ വർക്ക് തുടങ്ങിയത് ഗവൺമെൻറ് തന്നെയാണ്. ആ സ്ഥിതിക്ക് പിന്നെ ഇത് കേരളയിലും പ്രോഗ്രസ് ചെയ്യുന്നില്ല, എൻ്റെ പ്രൊഫസറും പ്രോഗ്രസ് ചെയ്യില്ല. ആ സ്റ്റേജ് വന്നപ്പോഴാണ് ഞാൻ ആദ്യം പിന്നെയും CM ഒരു ലെറ്റർ അയച്ചു.
ആ ലെറ്ററിൻ്റെ കോപ്പി റെയിൽവേ മിനിസ്റ്റർക്ക് അയച്ചു. നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുള്ള ഒരു ഐസ്ക്രീം റെയിൽവേ ഉണ്ടാക്കണം പോലെ അതിന് വ്യത്യാസത്തിന് എല്ലാം കുറച്ച് കുറച്ച് വ്യത്യാസമായിട്ടാണ് പറഞ്ഞ് കാണിച്ചു കൊടുത്തത്. ആ ലെറ്റർ കണ്ടപ്പോൾ സി എമ്മിനെ എന്നെ വിളിച്ച് ട്രിവാൻഡ്രത്തിൽ വിളിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സാറ്റിസ്ഫൈ ആയി. എനിക്ക് വേണ്ടത് തന്നെയാണ്, എന്തായാലും വരാൻ പോയില്ല, അതുകൊണ്ട് ഇതിന് ഓൾട്ടർനേറ്റീവ് കേരളത്തിലൊരു ഐസ്ക്രീം റെയിൽവേ ഇല്ലാതെ പറ്റില്ല എന്നുള്ളതാണ് ഇത് കൊണ്ടായി ചെയ്തത്. അത് ചെയ്തിട്ട് അദ്ദേഹം സാറ്റിസ്ഫൈഡായി. പിന്നെ അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അപ്പം തന്നെ പറഞ്ഞു, ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ലെറ്റർ ഉണ്ടാക്കണം റെയിൽവേ മിനിസ്റ്റർക്ക്. കേരളയിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല, അത് മാറ്റിവെച്ചു. ഈ പുതിയത് നമുക്ക് ട്രൈ ചെയ്യാം, അതിനുവേണ്ടി ഡിജിറ്റൽ പ്രോജക്റ്റ് ഉണ്ടാക്കണം വേണ്ടു, ലെറ്റർ ചെയ്തേ വേണ്ടൂ. അത് ചെയ്യാമെന്ന് പറഞ്ഞു ആദ്യം. പിന്നെ പറഞ്ഞു ഏതായാലും ഞാനതിന് കേട്ടുള്ളൂ, എൻ്റെ ഓഫീസേഴ്സിന് കിട്ടി കട്ടോട്ടെ പറഞ്ഞിട്ട് അദ്ദേഹം അതുകൊണ്ട് അബ്രഹാമിനെയും ബൈജു പ്രഭാകരൻ സെക്രട്ടറി ഇങ്ങനെ അയച്ചു. ഇവിടെ വന്നു, ഞങ്ങൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു. അവർ രണ്ടുപേരും വളരെ ഹാപ്പി. ഇത് കറക്റ്റ്, ഇത് വാട്ട് വി ഷുഡ് ഡു, വളരെ ഹാപ്പി. അത് കഴിഞ്ഞിട്ട് ഇത് കേട്ടപ്പോൾ പ്രൊഫസർ തോമസ് വന്നു ഇവിടെ. അദ്ദേഹം കണ്ട് അയാൾക്കും വളരെ ഇഷ്ടമായി. പക്ഷേ ഈ ലെറ്റർ അയക്കുന്നില്ല, 10 മാസം ലെറ്റർ പോയില്ല. ലെറ്റർ അയക്കാമെന്ന് പറഞ്ഞു. ആബ്രഹാം വീട്ടിൽ ഇറങ്ങിപ്പോകാൻ എന്നോട് പറഞ്ഞ് ഈ ലെറ്റർ ഉണ്ടാക്കുന്ന കോപ്പി ശ്രീധരന് കണ്ടോളൂ, ആദ്യം ഞങ്ങൾ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ആദ്യം അയക്കാം, അത് അപ്രൂവ് കഴിഞ്ഞാൽ ഞങ്ങൾ അയക്കാമെന്ന് പറഞ്ഞാൽ പോയത് പോലെ ഒരു ഇതുമില്ല. 10 മാസം വെയിറ്റ് ചെയ്തു. പിന്നെ ഈ ബഡ്ജറ്റൊക്കെ വരാൻ പോകുന്നത്, ബഡ്ജറ്റ് വരാൻ പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ സ്റ്റെപ്സ് എടുത്തില്ലെങ്കിൽ ഹൈസ്പീഡ് റെയിൽവേയും വരില്ല. ആ നിലയ്ക്കാണ് ഞാൻ പോയിട്ട് റെയിൽവേ മിനിസ്റ്ററെ പോയി കണ്ടത്. കേരളത്തിന് വളരെ ആവശ്യമാണ്. നമ്മുടെ ഏത് പാർട്ടി പോകണമെന്നല്ല അർത്ഥം, കേരളക്കാർക്ക് ഇത് വളരെ ആവശ്യമാണ്. നമ്മൾ ചെയ്യുമ്പോൾ അത് നാട്ടുകാർക്കൊരു ഉത്തരവുണ്ടാകരുത്. അതുകൊണ്ട് പല ഗുണങ്ങളുണ്ടാവണം. ആ ഗുണങ്ങളുണ്ടെങ്കിലേ നമ്മൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിനാണ് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എത്ര ഡീറ്റെയിൽ പ്രോജക്റ്റ് എന്ത് വില, എന്ത് കോസ്റ്റ് വരും. നമ്മൾ വലിയ കോസ്റ്റൊന്നും വേണ്ട. കേരളയിൽ ഒരു 100 crores സ്പെൻഡ് ചെയ്തത്, 100 crores ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനൊക്കെ. നമ്മൾ അതൊന്നും ആവശ്യമില്ല. ബി അബൌട്ട് 12-13 crores വേണ്ടി വരുള്ളൂ. അങ്ങനെ ഉടനെ ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ചെയ്യാൻ തീർച്ചയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗീവ് ഇറ്റ് DMRC. കാരണം DMRC ആണ് മറ്റേ 2 സ്റ്റഡി ചെയ്തേ. അപ്പോൾ എല്ലാ ഡാറ്റയുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, ചെയ്ത ആൾക്കാരൊക്കെ പോലെ തന്നെയുണ്ട്. DMRC ഏൽപ്പിക്കണം, നല്ലത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു 8-9 മാസം DPR റെഡിയാക്കാൻ പറ്റും. ആ ഉടനെ അത് തന്നിച്ചു. അപ്പം തന്നെ അദ്ദേഹം സെക്രട്ടറി വിളിച്ച് പറഞ്ഞു, ഇതാണ് ഇപ്പോൾ നമ്മൾ തൃപ്തിയാക്കിയത്, അത് വേണമെങ്കിൽ ഫസ്റ്റിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എൻ്റെ വിളിച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഫസ്റ്റിൽ കൊടുത്തോളൂ, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ചെയ്ത് കൊണ്ട് ഇതിനാണ് ഇവിടെ വന്നത്. അതിനാണ് ഞാൻ ഇവിടെ വന്നത്, ഇങ്ങനെയുള്ള ഏർപ്പാടൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ RRTS ഒരു ഹൈ സ്പീഡ് റെയിൽവേക്കുള്ള ഒരു അതിന് പകരം ചെയ്യാനുള്ളത് നടക്കാത്ത കാര്യം. ഇപ്പോൾ നമുക്ക് കൊല്ലം ടു ട്രിവാൻഡ്രം മാത്രമാണെങ്കിൽ ചെയ്ത് നടക്കാം. കൊല്ലം ടു ട്രിവാൻഡ്രം ഒരു സബർബൻ സർവീസിൽ 600 കിലോമീറ്ററല്ലേ ഉള്ളൂ. അങ്ങനെ സ്ഥലത്ത് പോകാം. അവിടുന്ന് ഇങ്ങനെ അത് നടക്കാൻ പറ്റില്ല. എന്നാൽ ഇതിൻ്റെ ആവറേജ് സ്പീഡ് വളരെ കുറവായിരിക്കും. RRTSൻ്റെ ആവറേജ് സ്പീഡ് വളരെ കുറവായിരിക്കും. കാരണം സ്റ്റേഷൻസ് 2 kilometer 3 kilometer സ്റ്റേഷനൊക്കെ വരെ. അങ്ങനെയാകുമ്പോൾ പതുക്കെ പോകുള്ളൂ. അതൊരു ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ ഇത് കേട്ടാൽ ഫൂളിഷ് വെഞ്ചർ എന്നാണ് പറയുക. ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മെയിൻ ഓർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ഹൈസ്പീഡിലും ഇതിന് പകരം
നിങ്ങൾക്ക് വൈ കോണ്ട് യു ഡു ഒരു RRTS, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മിനിസ്റ്റർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹത്തിന് ഉദ്ദേശിച്ചതാണ് കേട്ടോ, കൊല്ലത്തുനിന്നോ അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്നോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോവാം, അല്ലെങ്കിൽ തെക്കോട്ട് അങ്ങനെയുള്ള ഒരു സബർബൻ സർവീസ് ഓവർ ലെങ്ത് ഓഫ് 60 to 70 കിലോമീറ്റേഴ്സ് ഇസ് ഓക്കെ. അതിന് ഉദ്ദേശിച്ചതാണ്. ഡൽഹിയിലിപ്പോൾ മീററ്റ് ഈസ് ഓൺലി 50-60 കിലോമീറ്റേഴ്സ് അവേ. ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ കൽക്കട്ടയിൽ നിന്ന് ആകാട്ടി വയ്ക്കാൻ കൊണ്ട് ആവശ്യം പറ്റും ദൂരത്തിൽ. അല്ല, അതിനെപ്പറ്റി നമ്മൾ ആരും വരിയടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു സ്റ്റണ്ട് മാതിരിയാണ് ചെയ്യുന്നത്, ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാതിരി മാത്രമേ ചെയ്യുന്നുള്ളൂ. ആൾക്കാർക്ക് ഉള്ള മനസ്സിലാവും. ആ സമയത്തിനുള്ളിൽ എൻ്റെ ഉദ്ദേശം വേഗം അതിവേഗ റെയിൽവേയുടെ റിപ്പോർട്ട് വേഗം ഉണ്ടാക്കുക. അത് റിപ്പോർട്ടിനകം താമസമാണെങ്കിൽ ശരി, അതിൻ്റെ കംപ്ലീറ്റ് രൂപം ഫൈനലൈസ് ചെയ്തിട്ട് നാട്ടുകാർക്ക് അറിയിക്കണം. എല്ലാവരും അറിയിച്ച് പല ദിക്കിലും പോയിട്ട് ആർക്കൊക്കെ അതിനെപ്പറ്റി വിഷമമുണ്ടോ, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അത് നിങ്ങളോട് പറയാം, എന്തൊക്കെ ആൻസർ ചെയ്ത കാര്യങ്ങൾ അനുസരിച്ച് കൊടുക്കുക. നിങ്ങളതിനെ ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി ഇനി സ്റ്റഡി ചെയ്തു. ഞാൻ വിചാരിച്ചതിലൊക്കെ എത്രയോ വലിയ വലിയ ഉപകാരം വരാൻ പോകുന്നു കേരളത്തിൽ. യാഥാർത്ഥ്യം അതിൻ്റെ ബ്രിട്ടീഷ് അവിടെ ഒരു പേപ്പർ വെച്ച് അത് തട്ടിയെടുക്കാൻ പറ്റില്ല. അത് ഞാൻ അങ്ങനെ നമുക്ക് കാര്യം ഇമാജിൻ ഒരു ഈ ഹൈ സ്പീഡ് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലേക്ക് thousands and thousands of tons of ഡീസലാണ് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ, അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ എത്രയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, ഹ്യൂജ്. പിന്നെ ഓരോരുത്തരും ഇത് തന്നെ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരാൾ ഈ സ്റ്റേസ് 5 hours ജേർണി ടൈം. അങ്ങനെ എത്ര ആൾക്കാർ, ഒരു വണ്ടിയല്ലല്ലോ. ഞാൻ വിചാരിക്കും എങ്ങനെയും ഒരു 160-180 ട്രെയിൻസ് കൂടെ അപ്പല്ലോ. എന്നിട്ട് ആൾക്കാർക്ക് എന്ത് സേവിങ്, ടൈം സേവിങ്. ഈ ടൈം സേവിങ് എന്തെല്ലാം ഉപയോഗിക്കാം. ഇതാണ് രണ്ട് പ്രൊജക്റ്റാണ് ഇപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. സാറിൻ്റെ ഇല്ല, ഞാൻ പറഞ്ഞിട്ട് നിൽക്കുന്നത് ഇതൊരു സജഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായി. രണ്ടും നോക്കുക, ഏതെന്നാൽ പറ്റിയിട്ട് കൊണ്ട് നോക്കാനേ പറയുള്ളൂ. രണ്ടും കൊണ്ട് നോക്കില്ല. പക്ഷേ എനിക്കൊരു സംശയമില്ല, ടെക്നിക്കൽ മാൻ RRTS ഈസ് നോട്ട് വർക്കബിൾ. തീർച്ചയായിട്ടും പറയാം. സർക്കാരിൻ്റെ RRTS കാസർഗോഡ് വരെ ഉണ്ട്. അതുകൊണ്ട് എന്താ ഗുണം? അത് കാസർഗോഡ് എത്തണ്ടേ? ഇവിടുന്ന് പുറപ്പെട്ട് കാസർഗോഡ് ഇത് മാക്സിമം അവർ സമ്മതിക്കും ചെങ്ങന്നൂർ വരെ പോകാം. ചെങ്ങന്നൂട്ടും ട്രിവാൻഡ്രം. യെസ്, അതിൽ മീതെ പോകാൻ സാധിക്കില്ല. അങ്ങനെ പോകുന്നത് വളരെ ഷോർട്ട് ട്രെയിനാവേ. മുഖ്യമന്ത്രിക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടായില്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാണോ തോന്നുന്നത്? അദ്ദേഹത്തിൻ്റെ ആരാണ് ഈ ഐഡിയ കൊടുത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. ആരൊരു ഐഡിയ കൊടുത്തിട്ടാണ് അത് ആരാ കൊടുത്തിരിക്കുന്നത് അതിനെപ്പറ്റി അറിയില്ല. അദ്ദേഹം സാധാരണങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ആളല്ല. ഓൾദോ കേരളയിൽ വലിയ അബദ്ധം പറ്റി ചെയ്തു. അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് എവരി സ്റ്റേജ് ഞാൻ ലെറ്റർ എഴുതിയിട്ടാണ്. ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് സമ്മതിക്കില്ല ആൾക്കാർ. ഇതിപ്പം ഹൈ സ്പീഡ് റെയിലിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നാൽ വെരി വലിയ സാറേ, ഇപ്പോൾ ഈ DPRൻ്റെ
DPR തയ്യാറാക്കുകയാണല്ലോ, 2-ാം തീയതി മുതൽ ഓഫീസ് തുടങ്ങുന്നു. അപ്പോൾ ഈ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോവുകയാണല്ലോ. അത് സംശയമില്ല. ഈ പദ്ധതി കേരള ഗവൺമെൻറ് പദ്ധതിയല്ല, അത് സെൻട്രൽ ഗവൺമെൻറ് പദ്ധതിയാണ്. അതാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേകിച്ച് അവർക്ക് വലിയൊരു ഒബ്ജക്ഷൻ. ഞങ്ങളുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് പദ്ധതിയായിട്ടാണ് വരിക. അപ്പോൾ ഇതിലേക്ക് സാറ് നേരത്തെ പറഞ്ഞത് പ്രകാരം 30% കേന്ദ്ര റെയിൽവേയുടെയും 30% സംസ്ഥാന സർക്കാരിൻ്റെയും 40% പുറത്തുനിന്നുള്ള ബോണ്ട് വഴിയും സമാഹരിച്ചാണല്ലോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇങ്ങനെയൊരു വിയോജിപ്പ് അല്ലെങ്കിൽ അവർ മറ്റൊരു പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ലക്ഷ്യത്തെ ബാധിക്കില്ലേ? ഇല്ല ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഈ റെയിൽവേ ഈസ് എ സെൻട്രൽ സബ്ജക്റ്റ്, സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലത്. സ്റ്റേറ്റ്സിൻ്റെ ആവശ്യം ലാൻഡ് അക്വയർ മാത്രമാണ്, വേറെ ഒന്നുമില്ല. അവർ പണം തരാൻ തയ്യാറിൽ ലൂസ്, അത്രേ ഉള്ളൂ. അപ്പോൾ അവരതിനെ സഹകരിക്കാതെ ഇരിക്കുമോ? അങ്ങനെ ആശങ്ക ഉണ്ടോ? ഇല്ല, എനിക്ക് തീരില്ല. ഇല്ല, ആശങ്കയില്ല. ഇല്ല, ഒരു ടെമ്പററി ഡൈവേർഷൻ ചെയ്യാൻ വേണ്ടിയ ഒരു സമയം. എല്ലാവർക്കും അറിയാൻ നടക്കാൻ പോകുന്നില്ല, നടക്കില്ല. അതിനൊക്കെ അറിയുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് അവർക്ക് ഇനി മനസ്സിലായില്ല. പ്രധാന ഇതെന്താ അറിയോ, ഒരു അതിവേഗ റെയിൽവേ വരികയാണെങ്കിൽ റോഡിലത്തെ കൺജഷൻ വളരെ കുറയും, റോഡ് ആക്സിഡൻസ് കുറയും. ഇപ്പോൾ കേരളത്തിലെ ഒരു ദിവസം 10 to 12 people die on the road. 10 to 12 people every day. And about 25 to 30 people get injured. ഇത് ഹാഫാണെങ്കിൽ തന്നെ എന്താണ് ഗുണം? ഇതുകൊണ്ട് തിരക്ക് പറഞ്ഞ ഡൈവേർഷൻ വരികയാണെങ്കിൽ ഒരു 2 ലൈഫ്സ് സേവ് ചെയ്യാൻ പറ്റിയ ഈ സിറ്റോട്ട് ബെറ്റർ. അത് ഹൈ സ്പീഡിൽ ചെയ്യാൻ പറ്റുക, അത് RRT ചെയ്യാൻ പറ്റുക, RRT ചെയ്യുന്നു അവർ പറയും ചെയ്യും. ഇത് ലിമിറ്റഡ്. ഈ RRTSൻ്റെ പ്രധാന ഒരു പോരായിക അതിനെ മിനിമം സ്പീഡിൽ എത്താൻ വേണ്ടി കൂടുതൽ സമയം എടുക്കും എന്നുള്ളതാണോ? അല്ലല്ല, RRTൻ്റെ ഉദ്ദേശം സബബൻ എന്ന ആൾക്കാർക്ക് സിറ്റിയിലേക്ക് വരണം, അതാണ് എൻ്റെ ഉദ്ദേശം. ഇവിടെ അതല്ല, ഇവിടെ ഓൾ സ്റ്റേറ്റിൽ ഒരു 2 വേഗം പോകണം. മറ്റത് ഞങ്ങളുടെ കൊല്ലത്തിലോ അല്ലെങ്കിൽ വർക്കലയിലോ ആൾക്കാർ വേഗം അത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൂ. അതിന് ഇറ്റ്സ് എ സബർബൻ സർവീസ്. ഈ അതിവേഗ റെയിലിനിപ്പോൾ സംസ്ഥാന സർക്കാർ അത് സഹകരിച്ചില്ലെങ്കിൽ ഈ പദ്ധതി വീണ്ടും വൈകി പോകില്ലേ? DPR തയ്യാറാക്കുന്നതടക്കം നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവും? ഇല്ല, DPR എന്തായാലും വഹിച്ചിരും. അതിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സഹകരിക്കില്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിൽ ഫൈൻഡ് എ വേ ഓഫ് ഗെറ്റിംഗ് ഇറ്റ് ഡൺ. എല്ലാം റെയിൽവേ സ്റ്റേറ്റ് ഗവൺമെൻറ് സമ്മതമായിട്ടാ ഇല്ലല്ലോ. മറ്റൊന്നൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടാണ് ഈ RRTS കൊണ്ടുവരുന്നതിനുള്ളത്. സാങ്കേതിക ബുദ്ധിമുട്ടില്ല, ഇത് സിമ്പിൾ വേസ്റ്റ്. ഈ 2 പദ്ധതികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വലിയ വ്യത്യാസം എന്താ വെച്ചാൽ സ്പീഡ്. അതിവേഗ റെയിൽവേയിലെ ആവറേജ് കമേഴ്ഷ്യൽ സ്പീഡ് ഞാൻ പറയും. ആവറേജ് കമേഴ്ഷ്യൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ നിൽക്കുക, ആക്സിലറേഷൻ, ബ്രേക്കിംഗ് ഇതൊക്കെ എടുത്തിട്ട് ആവറേജ് കമേഴ്ഷ്യൽ സ്പീഡ് ഈസ് ഗോയിങ് ടു ബി 135 കിലോമീറ്റർ. നേരെ മറിച്ച് RRT ആണെങ്കിൽ ദാറ്റ് അബൌട്ട് 70 or 75, പകുതി കൂടി വരില്ല. അപ്പോൾ സമയം സേവിയുടെ കാര്യം പോയില്ലേ, പ്രശ്നമാണ്. ഇതൊരു സംസ്ഥാന സർക്കാർ ഒരു വെല്ലുവിളിയായിട്ട് കാണുന്നതായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ? ഇല്ല, എനിക്ക് വെല്ലുവിളിയായിട്ടായിരുന്നു അവരൊരു മിസ്ലഡ് ബൈ സംബടി. ഞാൻ പറയുന്നു മിസ്ലഡ് ബൈ സംബടി. അങ്ങനെ ആൾക്കാരെ വിളിച്ച് ചോദിക്കല്ലേ കൊണ്ടു. ഇത് വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ അതുവേഗ റെയിൽവേ ഡിറൈൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടല്ല കേട്ടോ, അതിനല്ല ചെയ്യുന്നത്. അവർക്ക് കേരളയിൽ പോയി അതിന് പകരം
I am on the feeling, even KNA authority, they don't know. ഇതിനെപ്പറ്റി KRDCLല്ല അവരാണ് KNA പറഞ്ഞത്. അവർ കൂടി കൺസൾട്ട് ചെയ്തിട്ടില്ലേ അവർ ഈ ഡിസിഷൻ എടുത്തപ്പോഴേ. പക്ഷേ സാറ് ഈ സർക്കാരിൻ്റെ ഒരു പിന്തുണയോ സപ്പോർട്ടോ ഇല്ലാതെ ഈ ഒരു നമുക്കിതിൻ്റെ സർവേ എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയും പ്രായോഗിക തലത്തിൽ? ഒരു വർഷമല്ലേ സ്ഥലം ഏറ്റെടുക്കുന്നതിലൊക്കെ സ്ഥലമേറ്റെടുക്കാൻ വേണ്ടി വരും സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പൊ അവര് സഹകരിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അത് എപ്പോഴാണ് ഒരു വെള്ളം കഴിച്ചല്ലേ വരിക. ആ സമയത്ത് ആരവിടെ ഉണ്ടാവുക നമുക്കറിയാം. ഈ സമരങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വീണ്ടും പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവില്ലേ? സമരം ഇല്ലാതിരിക്കണം. ഓക്കെ, അതാണ് എൻ്റെ മെയിൻ ജോബ്. ആൾക്കാർക്ക് ഇതിനോട് വിരോധമുള്ളത്. അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഒരു ഇന്നത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫെബ്രുവരി 15 മുതൽ ഓരോ സ്ഥലത്തും വെച്ചിട്ട് ഒരു 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 മീറ്റിംഗ്, പ്രസ് കോൺഫറൻസ് അല്ല, ബന്ധപ്പെട്ട ആൾക്കാരെ വിളിക്കുക, പിന്നെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക, അവർക്ക് എന്താ സംശയം, എന്താ ബുദ്ധിമുട്ട് കേൾക്കുക. ബുദ്ധിമുട്ട് ശരിക്കുണ്ടെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ കാണാം. ഉടനെ സാറേ, കേരളത്തിൻ്റെ സർവേ നടത്തിയപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അതൊക്കെ സർക്കാരിന്റെ സംവിധാനങ്ങൾ നടത്തിയിട്ട് തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അല്ല, അതിന് വഴിവെച്ചൂടാ. അതിനുള്ള കാര്യം ഉണ്ടാക്കിയിട്ടല്ലേ പ്രതിഷേധമില്ലാതിരിക്കും. ഇത്ര വൈഡ് 145 അല്ല അവർ 60 മീറ്റർ വൈഡ്. ഞാനങ്ങോട്ട് എക്വയറിന് ആവശ്യമുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് കൂടിയില്ല. റിപ്പോർട്ട് കൂടി ഫൈൽ ചെയ്യാനും തുടങ്ങി. അലൈൻമെൻറ്റ് അതിനാ പോകുന്നില്ല, റെയിൽവേ അലൈൻമെൻറ്റാ പോകുന്നില്ല. അതിന് മുമ്പ് തുടങ്ങി നാട്ടുകാരെ. നമ്മളെങ്ങനെ ഉപഗ്രഹ സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കുമോ ഇതിൻ്റെ ഒരു സർവേ നടത്തി? എങ്ങനെ? അല്ല, ഞാൻ ശരിക്ക് മാനുവലായിട്ട് ഇൻസ്ട്രുമെൻ്റ് വഴി സാധിച്ചു. ഓരോയിടവും പോയി കണ്ട് തന്നെ എവരി ഇഞ്ച് ഈ ജനവാസ മേഖലകളെ കഴിയുന്നത്ര ഒഴിവാക്കും. ഇപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്തത് എത്ര സ്റ്റേഷനാണ് എവിടെ സ്റ്റേഷൻ. ഈ സ്റ്റേഷന് ഓരോ സ്റ്റേഷൻ മറ്റേ സ്റ്റേഷനിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലൈൻ കൊണ്ടുപോകണം അത് ഫൈനലൈസ് ചെയ്യണം. അതൊന്നും സമയം ഇരിക്കില്ല. സർക്കാരിന്റെ RRTS 12 കൊല്ലം എന്നാണ് സമയം പറഞ്ഞത്. സാറാന്ന് പറഞ്ഞത് 5 വർഷം എന്നുള്ളതാണ്. സർക്കാർ RRTS 12 വർഷം എന്ന പൂർത്തിയാക്കാൻ 4 ഘട്ടമായിട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ പ്രൊജക്ട് അവർ പ്രഖ്യാപിക്കുമ്പോൾ. സാറിനെ എന്ന് പറഞ്ഞത് 5 വർഷം കൊണ്ട് സാറ് പറയുന്ന അതിവേഗം സാധിക്കും. 5 വർഷം കൊണ്ട് സാധിക്കും. സാർ, ഈ കാസർഗോഡിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ തോന്നും പ്രതിഷേധം. അതിനെപ്പറ്റി ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അവർ പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇത്ര എക്സ്പെൻസീവ്, ഇത് വലിയ എക്സ്പെൻസീവ് പ്രോജക്റ്റാണ്. ഇത് 1 കിലോമീറ്ററിന് 200 കോഴ്സ് വേണം. ഒരു കിലോമീറ്ററിന്. കണ്ണൂർ ടു കാസർഗോഡ് 82 കിലോമീറ്ററാണ്. അപ്പോൾ എങ്കിൽ 16,000 കോഴ്സ് എക്സ്ട്രാ വേണ്ടേ? അതുകൊണ്ട് എത്ര ആൾക്കാർ ട്രാവൽ ചെയ്യും? ഞങ്ങൾ സർവേ ചെയ്ത ആൾക്കാരാണ്. 2 പ്രാവശ്യം സർവേ ചെയ്തത് ട്രാഫിക് സർവേ ചെയ്തവർ. ഞങ്ങൾ കണ്ടിരിക്കുന്നത് കാസർഗോഡ് നിന്ന് ആൾക്കാർ പുറത്തു വരും, പക്ഷെ മാക്സിമം കോഴിക്കോട്. അവിടെ കണ്ടില്ലേ? കോഴിക്കോട് ട്രിവാൻഡ്രത്തിൽ എത്ര ആൾക്കാർ പോകുന്നുണ്ട്? കോഴിക്കോട് മാക്സിമം 100 പീപ്പിൾ എ ഡേ. എത്രയേ ഉള്ളൂ? ഈ 100 പീപ്പിൾ എ ഡേ ആദ്യം പോയിട്ട് 16,000 കോഴ്സ് സ്പെൻഡ് ചെയ്യും. അത് ചെയ്യില്ല. പക്ഷേ അത് തന്നെ വന്നോളൂ ഞാൻ പറയണം. ഇതിൻ്റെ ഉപകാരം ഇതൊക്കെ കണ്ടാൽ, അതിൻ്റെ ഉപകാരം കണ്ടാൽ ഡിമാൻഡ് വരും. കർണാടക ഗവൺമെൻറ്റിന് മംഗലാപുരത്തിൽ കിട്ടും, മഹാരാഷ്ട്ര ഗവൺമെൻറ് പറയും ബോംബെക്ക് കിട്ടും. ആ ഡിമാൻഡ് വരും. ആ ഡിമാൻഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാസർഗോഡിൽ കിട്ടില്ലേ? ഓട്ടോമാറ്റിക്കലി കിട്ടുമല്ലോ. സാറിന്റെ നിലവിലുള്ള പ്രപ്പോസലിൽ നിലവിലുള്ള പാതകളൊന്നും ഉപയോഗപ്പെടുത്താതെ പുതിയത് സമാന്തരമായിട്ട് നല്ലേ വരുന്നത്. അതിൽ ഇതുവരെ റെയിൽവേ ലൈൻ കടന്നു പോകാത്ത മേഖലകളാണ് ഉൾപ്പെടുത്തിയത്, മലപ്പുറം അടക്കമുള്ള അല്ലേ? കഴിയുന്നോടത്തോളം അതായിരുന്നു. അതൊരു ദുരുദ്ദേശം കൂടി ചെയ്തതല്ല കേട്ടോ. അവിടെയൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതൊക്കെ കൂടെ പോകാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി തിരുനാവായ ഗുരുവായൂർ ലൈന് ഡീഫ്രീസ് ചെയ്ത നടപടി പിൻവലിച്ചതായിട്ടുള്ളൊരു വാർത്ത അദ്ദേഹം പുറത്തുവിട്ടു.
അത് എത്രമാത്രം പ്രായോഗികമാണ് ഈ ഒരു ഘട്ടത്തിൽ തിരുനാവായ മുതൽ ഗുരുവായൂർ വരെയുള്ള റെയിൽപാത, പുതിയൊരു റെയിൽപാത? അതെന്തായാലും വേണം, അതെന്തായാലും വേണമല്ലോ. അത് വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഡിസ്റ്റൻസ് വിൽ ഗെറ്റ് റെഡ്യൂസ് ബൈ 10 കിലോമീറ്റേഴ്സ്. അതാണ് പിന്നെ ഈ വർക്കൊക്കെ സർവേ ചെയ്യാനാണ്, സ്റ്റാർട്ട് ചെയ്യാനാണ്. തൃശ്ശൂർ ടു ഗുരുവായൂർ, then ഗുരുവായൂർ ടു, ആദ്യം കുറ്റി പറയാനല്ലോ. ഈ വർക്കൊക്കെ ഞാനാണ് സ്റ്റഡി ചെയ്തിരിക്കണേ. എന്താ പറയുക? അല്ല, ഈ സാറിൻ്റെ ഈ പ്രൊജക്റ്റ് ഇപ്പം ട്രെയിനുകളില്ലാത്ത ഒരുപാട്, ട്രെയിൻ ഇപ്പോൾ കടന്നു പോകാത്ത ഭാഗങ്ങളിലൂടെയൊക്കെ ഉണ്ട്. കരിപ്പൂര്, മലപ്പുറം, കുന്നംകുളം, എടപ്പാൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് ഈ ശബരിമല തുടങ്ങി അങ്ങനെ കുറച്ചുകൂടി നമ്മളെ തെക്കൻ ജില്ലകളിലേക്ക് പദ്ധതി, അങ്ങനെ അത് ഈ ഇതിൻ്റെ എക്സ്റ്റൻഷൻ അങ്ങനെ വല്ല സാധ്യതയുണ്ടോ? അല്ല, അത് ട്രിവാൻഡ്രം വരെ പോകണ്ടല്ലോ, ചെങ്ങന്നൂർ വരെ പോകണ്ടല്ലോ. ചെങ്ങന്നൂർ പോയി കണ്ടാൽ ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയ്ക്ക് 70 കിലോമീറ്ററുകൾ ആ റിപ്പോർട്ടിലേക്ക് വന്നു. ചെങ്ങന്നൂർ പമ്പ 45 മിനിറ്റ് പോവാം ട്രെയിൻ. അഗൈൻ ഹൈസ്പീഡ് ട്രെയിൻസാണ്, രണ്ട് ലൈനുണ്ട്. ആ റിപ്പോർട്ട് റെഡി ചെയ്തിട്ട് റെയിൽവേ മിനിസ്ട്രി അത് വരും, കൃത്യമായിട്ട് അതും വരും. നമ്മൾ ഈ റോഡ് ജേർണി കുറച്ചിട്ട് ആൾക്കാരെ മോർ ആൻഡ് മോർ റെയിൽ ജേർണിക്ക് കൊണ്ടുപോകണം. അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ, ഞാൻ കുറേ കാലം ഈ സ്റ്റേജിൽ ഈ സ്പിയറിൽ വർക്ക് ചെയ്യുന്നത്. പ്രധാന കാരണം നിങ്ങൾക്കറിയോ, ഒരു പാസഞ്ചർ ടു ട്രാവൽ ബൈ ട്രെയിൻ, ദി കോസ്റ്റ് ഫ്രം ദി നേഷൻ പല കോസ്റ്റ് ഉണ്ടല്ലോ, റോഡിൻ്റെ കോസ്റ്റ്, ഇതിൻ്റെ കോസ്റ്റ്. ദി കോസ്റ്റ് ഓഫ് ദി നേഷൻ ഈസ് 1/6 of what is needed for the rail, അല്ല for the road. റോഡ് ജേണിയാണെങ്കിൽ 6 times മോറാണ് സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളത് അറിയുന്നില്ല, കാരണം നമ്മൾ റോഡിൽ നമ്മളൊന്നും പേ ചെയ്യില്ല, റോഡ് റിപ്പയർ നമ്മൾ ചെയ്യില്ല. റെയിൽവേക്കാർ എല്ലാം ചെയ്യണം, റോഡിന് അവർക്ക് ആവശ്യമില്ല. ദി കോസ്റ്റ് ഓഫ് ദി നേഷൻ ഫോർ carrying a passenger over 1 kilometer is 6 times more on the road. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചു എത്രയ്ക്ക് ഗുണമുള്ള രാജ്യത്തിൽ ആൾക്കാർ മോർ ആൻഡ് മോർ ടു ഗോ. സർ, കേരളത്തിന്റെ അതിവേഗ പാതയ്ക്ക് വേണ്ടി സർക്കാർ എന്ത് നിലപാടെടുക്കണം എന്നാണ് സാറിന്റെ ഒരു അഭിപ്രായം? എന്താ ഏത് ഗവൺമെൻറ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ DPR റെഡിയായ ഉടനെ, DPR റെഡിയാവണ്ട കേട്ടോ, അതിന് മുമ്പ് തന്നെ എനിക്ക് ഗവൺമെൻറ് ഓഫീസിൻ്റെ റിട്ടേൺ ഓർഡർ കിട്ടിയില്ല. റിട്ടേൺ ഓർഡർ കിട്ടി അപ്പം തന്നെ ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് എഴുതും, ഞാൻ തുടങ്ങാണ് അവരായിക്കോട്ടെ. കാരണം ഈ എന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻവോൾവ്മെൻറ്റ് തീർച്ചയായിട്ടും ചോദിക്കും. ആ ഇൻവോൾവ്മെൻറ്റിൽ കുറച്ച് ഇത് വേണ്ടി വരും, എന്താ പറയുക, സംസാരങ്ങളൊക്കെ വേണ്ടി വരും. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈച്ച് ഗവൺമെൻറ് വിൽ ടേക്ക് 30%. 30% വേണമെന്നില്ല, even 25 or even 20, അങ്ങനെ നോക്കാമല്ലോ. പിന്നെ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, പലതും ചെയ്യാനുണ്ട്. ഞാൻ ഡൽഹി മെട്രോ ചെയ്തമായി, കൊങ്കൺ റെയിൽവേ ചെയ്തമായി. നിങ്ങൾക്കറിയോ, കൊങ്കൺ റെയിൽവേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോ ടാക്സ് ഫോർ കൊങ്കൺ റെയിൽവേ, ടാക്സ് ഇല്ല. ഡൽഹി മെട്രോ നോ ടാക്സ്. ഏത് സമയം ടാക്സ് ചെയ്യാൻ പാടില്ല ഒന്നും, ഒരു 5 കൊല്ലം 10 കൊല്ലം അത് അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി കൗണ്ട് ബൈ 15% എല്ലാവരുടെയും. GST അവിടെ പോലെ
അങ്ങനെ പലതും ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മേ നോട്ട് ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ പബ്ലിക്കിനെ അറിയിക്കണേ, ഗവൺമെൻറ് എന്തെങ്കിലും ആലോചിക്കണേ. ഞങ്ങളുടെ പ്ലാൻ ഓഫ് ആക്ഷൻ ഇസ് വെരി ക്ലിയർ. We'll go ahead with the DPR preparation. We'll finish the DPR 9 months after. എൻ്റെ സ്റ്റാഫ് ഞാൻ വെച്ചേക്ക് 5 months. 5 months we'll try to finish it. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ to get it sanctioned. Most likely, we may start the work even before the project is completed. Konkan Railway Chennai, Delhi Metro Chennai. അവിടെയൊക്കെ DPR മുമ്പ് മാർക്ക് സ്റ്റാർട്ട് ചെയ്യും. And then finish the work in 7 years' time. സർക്കാരും സാറും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം, അഭിപ്രായ ഭിന്നതയോ ഒന്നും നിലവിലില്ല. ഇല്ല, ഒന്നുമില്ല. ഒരൊറ്റ ഗ്രീവൻസ് എനിക്കുള്ളൂ. ഞാനും അവരെ ഉദ്ദേശപ്രകാരം ഒരു 10 മാസം മുമ്പ് അവർ ലെറ്റർ അയച്ചിരുന്നെങ്കിൽ ഈ 10 മാസം സേവ് ചെയ്യുന്നു. പറ്റിയില്ല. 10 മാസം മുമ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കേരളയിൽ നടക്കില്ല എന്ന്. അറിയാം, ലെറ്റർ പോകണമെന്നും അറിയാം. അത് ചെയ്തില്ല. ഓക്കെ സാർ, ഓക്കെ.